എന്റെ മാസ്റ്റർ പീസ് ആയിക്കോട്ടെ. ഹായ് ഗൈസ്, എന്റെ എല്ലാ ചങ്ക് സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാജിദ ഷാജിനെ കുറിച്ചിട്ടാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാനെ കുറിച്ചിട്ടാണ്. പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്തത് വളരെ വലിയൊരു തെറ്റാണ്. പാവപ്പെട്ടവരുടെ പൈസയാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ കഴിച്ചിരിക്കുന്നത്. എനിക്ക് പാണ്ടിക്കാട് കുഞ്ഞാനോട് പറയാനുള്ളത്, പാണ്ടിക്കാട് കുഞ്ഞാൻ ഒന്നും കൂടി കുറിയെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ആൾക്കാരും കൂടി ചേർന്ന് പാണ്ടിക്കാട് കുഞ്ഞാനെതിരെ ഒരു കേസ് കൊടുക്കണമെന്നാണ്. കഴിഞ്ഞ ദിവസം പാണ്ടിക്കാട് കുഞ്ഞാന്റെ വിഷയം ഏറ്റവും കൂടുതൽ മുതലാക്കിയത് ഷാജിദ ഷാജിയാണ്. അതായത് ഷാജിദ ഷാജിക്ക് ഒരു കാര്യം ഉറപ്പാണ്. ഇന്നലെ ഷാജിദ ഷാജി ലൈവിൽ വന്നിട്ട് എന്ത് തോന്നിയ വിളിച്ചു പറഞ്ഞാലും ആരും ഷാജിദ ഷാജിനെ ചർച്ചയ്ക്ക് വെക്കില്ലെന്നാണ് ഷാജിദ ഷാജിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം പാണ്ടിക്കാട് കുഞ്ഞാന്റെ വിഷയമാണ് ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നലത്തെ ലൈവില് ഷാജിദ ഷാജി എന്തൊക്കെ വൃത്തികേടുകളാണ് പറഞ്ഞു കൂട്ടിയത്. ഷാജിദ ഷാജി ഇന്നലെ ടാർഗറ്റ് ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാജിദ ഷാജി ഏറ്റവും കൂടുതൽ വിവാദങ്ങളിലായത് അവരുടെ ഉമ്മയെ കുറിച്ച് എന്തൊക്കെയോ മോശമായ കാര്യങ്ങൾ അവരുടെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞതാണ്. സ്വന്തം ഉമ്മയെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് താഴ്ത്തു വന്ന കമന്റ് നമ്മുടെ സഹോദരിമാരുടേതാണ്. കേരളത്തിലുള്ള നല്ല നല്ല സഹോദരിമാർ അതിനെ നല്ല രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് കമന്റുകൾ അടിച്ചത്. ആ കമന്റുകൾക്കെതിരെ പൊട്ടിത്തെറിക്കുന്ന ഷാജിദ ഷാജിയാണ് നമ്മളെല്ലാവരും കണ്ടത്. നമ്മുടെ സഹോദരന്മാരെ ആ കമന്റ് അടിച്ചതിന് ലൈവിൽ വന്നുകൊണ്ട് ഷാജിദ ഷാജി നല്ല ശരിക്കും പറയുകയാണ്. എന്തൊക്കെയാണ് പറയുന്നത്? അതിനുള്ള ഒരു മറുപടിയാണ് പാവപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്ന സൂപ്പർ മറുപടിയാണ്. പിന്നീട് ആ ലൈവിന്റെ നടുഭാഗത്തായിട്ട് 1 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു ലൈവാണ്. അതിന്റെ മിഡിൽ ഭാഗത്തായിട്ട് കൈസിനെതിരെയും നല്ല രീതിയിൽ പറയുന്നുണ്ട്. അതായത് പഠിച്ചൊരു കള്ളിയാണ് ഈ ഷാജിദ ഷാജി എന്ന് പറയുന്നത്. ഷാജിദയ്ക്ക് ഒരു കാര്യം ഉറപ്പായിട്ടും അറിയാം. കൈസിനെതിരെ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൈസ് തീർച്ചയായിട്ടും അറിയും. കൈസ് അതിനുള്ള നല്ലൊരു മറുപടിയും കൊടുക്കും. അതുകൊണ്ട് മിഡിൽ ഭാഗത്തായിട്ടാണ് കൈസിനെതിരെ പറയുന്നത്. അപ്പൊ അതിനും കൂടി ചേർത്താണ് ഞാൻ ഇന്ന് മറുപടി പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒന്നൊന്നായിട്ട് മറുപടി കൊടുക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വാ. പെണ്ണുങ്ങളുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവളമാർക്കൊന്നും വീട്ടിൽ പണിയില്ലടി. നിങ്ങൾക്കൊന്നും പണിയില്ലടി. വെറുതെ അല്ലടി നിങ്ങളുടെ കെട്ടിയമാര് നിങ്ങളെ ഇട്ട് തല്ലുന്നത്. വെറുതെ അല്ല തല്ലിട്ടുന്നത്. കിട്ടണം. നിങ്ങക്ക് കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കടന്ന് ചെലക്കന്നെ ചെലാത് ചെലക്ക. സ്വന്തം ഉമ്മയെ കുറിച്ച് എന്തൊക്കെയോ വൃത്തികേടുകൾ പറഞ്ഞ ഷാജിദ ഷാജി അവരുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണ്. അതിന് താഴെ പാവപ്പെട്ട സഹോദരിമാർ നല്ല രീതിയിൽ കമന്റ് ഇട്ട് അവരുടെ പ്രതിഷേധം അറിയിച്ചു. അതിനൊക്കെയാണ് ഇവർ ഇങ്ങനെ കിടന്ന് പറയുന്നത്. എനിക്ക് ഷാജിദ നിന്നോട് പറയാനുള്ളത്, നീ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ നമ്മളൊക്കെ നിന്നെ സപ്പോർട്ട് ചെയ്ത്, നീ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ നിന്റെ കമന്റ് ബോക്സിൽ എല്ലാവരും നല്ലത് തന്നെയാണെന്ന് പറയും, നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. നീ ചെയ്യുന്നത് വൃത്തികേടാണെങ്കിൽ നമ്മൾ എന്താണ് പറയേണ്ടത്? യൂട്യൂബ് തുടങ്ങി 4 മാസം കൊണ്ട് 1 ലാക്ക് അടിച്ച് അതിന്റെ യൂട്യൂബ് എന്താ പ്ലേ ബട്ടൺ വാങ്ങിയ ഒരാളാടി ഞാൻ. എനിക്കതിൽ അഭിമാനിക്കാടി. എടി വർഷക്കണക്കിന് മുക്കി തൂറിക്കൊണ്ടിരിക്കണ നിങ്ങളൊന്നും മേടിച്ചിട്ടില്ലല്ലോ. 10 വർഷമായിട്ട് ഓരോരുത്തരുടെ മറ്റേ യൂട്യൂബ് ചാനലിന്റെ മോണിറ്റൈസേഷൻ എന്നെ ആവാണ്ട് മുക്കി തൂറുന്ന ആൾക്കാര് എന്നെ കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ലടി. അതിനുള്ളൊരു മറുപടിയും കൂടെ ഞാൻ ഷാജിദക്ക് തരികയാണ്. നീ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് എന്താണ് പറഞ്ഞത്? എന്റെ യത്തീം മക്കളാണ്, അങ്ങനെയുള്ള സെന്റിമെന്റ്സ് ഒക്കെ അടിച്ചിട്ടല്ലേ എല്ലാവരും നിന്നെ സപ്പോർട്ട് ചെയ്തത്. ജനങ്ങളോട് സഹതാപം പറഞ്ഞിട്ടാണ് നീ. ഒന്നാമത്തെ കാര്യം, അതിലൂടെയാണ് നീ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയത്. അതിനുശേഷം നീ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണിച്ചിട്ട് 4 മാസം കൊണ്ട് 1 ലാക്ക് സബ്സ്ക്രൈബർ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ നല്ലവരായ ആൾക്കാർ നിന്നെ പോലെ ആകുകയാണെങ്കിൽ 4 മാസം കൊണ്ട് 1 മില്യൺ അടിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ സഹോദരിമാർക്ക് നിന്നെ പോലെ ആകാൻ പറ്റില്ലല്ലോ. അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതമാണ്. അല്ലാണ്ട് യൂട്യൂബിൽ വന്നിരുന്നിട്ട് എന്നെ അങ്ങനെ കാണിച്ചു, ഉമ്മ ചട്ടിയിട്ട് ഡാൻസ് ആടുന്ന്, എനിക്ക് സെന്റിമെന്റ്സ് ആണ്, എന്റെ ഭർത്താവില്ല, യത്തീം മക്കളാണ്, ഇങ്ങനെയൊന്നും കരഞ്ഞുകൊണ്ട് ആർക്കും വരാൻ പറ്റത്തില്ല. നീ ആ ഒരു സെന്റിമെന്റ്സിലൂടെയാണ് നിനക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയതും നിന്റെ ചാനൽ മോണിറ്റൈസ് ആയതും. നീ ഒരു പാവമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും നിന്നെ സപ്പോർട്ട് ചെയ്ത് നിന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ കാണാൻ തുടങ്ങി, നിന്റെ കമന്റ് അടിച്ച് നിന്റെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്തിട്ട് ആ പാവപ്പെട്ടവരല്ലേ ജീവിച്ചു പോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ നിനക്ക് അതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പം നിനക്ക് അഹങ്കാരം കൂടി. നിനക്ക് ആരെയും കണ്ണെടുത്താൽ കണ്ടൂടാ. നീ ആരെന്ത് പറഞ്ഞാലും തെറിയ പറയത്തുള്ളൂ. ആരെന്ത് പറഞ്ഞാലും കുറ്റം. എന്തൊക്കെ ഇപ്പൊ പറഞ്ഞത്? നിനക്കൊക്കെ കണ്ണേടിയാണ്. നിന്റെ ഭർത്താക്കന്മാരൊക്കെ നിങ്ങളെയൊക്കെ ചുമ്മാ ഇട്ടിട്ടാണോ പോണത്? നീ ആരുടെയൊക്കെ പോയിട്ടുണ്ടെന്നുള്ള കഥകളൊക്കെ എല്ലാവർക്കും അറിയാൻ ഷാജിദ. അപ്പൊ നമ്മൾ ആ വീഡിയോയിൽ തന്നെ പറ്റിയ
കഴിഞ്ഞ ദിവസമായിട്ട് വീഡിയോക്കകത്ത് തന്നെ നിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നുണ്ട്, നീ അങ്ങനത്തെ കാണിച്ചവളാണ്, നീ ഇങ്ങനത്തെ കാണിച്ചവളാണെന്നൊക്കെ നമ്മൾ വീഡിയോയിൽ കാണുന്നുണ്ട്. അപ്പൊ നിന്നെ നീ കൂടുതൽ വിശദീകരിച്ച് തരേണ്ട കാര്യമില്ല. നിന്നെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. മനസ്സിലായില്ലേ? ബാക്കി കൂടെ കേട്ടിട്ട് വരും ഷാജിദാക്ക് പറയാനുള്ളത്. വാ. അസൂയപ്പെട്ട് കാര്യമില്ല. അവനോന്റെ മക്കളുടെയും കുട്ടിയും കുടുംബവും കെട്ടിയോനും ഉണ്ടല്ലോ, ആ മക്കളുടെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നടി, എന്നിട്ട് വിജയിക്കുന്നടി. അവനോന്റെ കാര്യങ്ങൾ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് വിജയിക്കുന്നടി. അല്ലാണ്ട് കണ്ട വേറുള്ള പെണ്ണുങ്ങൾ റീച്ച് ആവണതും വേറുള്ള പെണ്ണുങ്ങളുടെ അക്കൗണ്ടിൽ പൈസ കയറണതും നോക്കിയിരുന്ന് വെള്ളം ഇറക്കിയിട്ട് കാര്യമില്ല മക്കളെ, കാര്യേ ഇല്ല. അതൊക്കെ നിന്റെ നമീമത്തിലേക്ക് അല്ലെങ്കിൽ നിന്റെ തിന്മയിലേക്ക് വെറുതെ എഴുതിക്കൊണ്ടിരിക്കുക എന്നല്ലാണ്ട് എന്നെ തിന്ന് വെള്ളം കുടിച്ചിട്ട് എൻ്റെ എത്തി മക്കളെ തിന്ന് വെള്ളം കുടിച്ചിട്ട് ഒന്നും കിട്ടാൻ പോണില്ല, എവിടെയും വിജയിക്കാൻ പോണില്ല. നീ എന്തുവാണ് പറയുന്നത്? സാധാരണക്കാരായിട്ടുള്ള നമ്മളൊക്കെ നിന്നെ ആക്രമിക്കാൻ വരുന്ന രീതിയിലാണല്ലോ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ കാണിക്കുന്നത് നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. സ്വന്തം ഉമ്മയെ കുറിച്ച് ഇല്ലാത്തത് പറയുക, വീട്ടിൽ നടക്കുന്ന എല്ലാ കോപ്രായങ്ങളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക, സ്വന്തം അനിയത്തിമാരെ കുറിച്ചും സ്വന്തം ചേട്ടത്തിമാരെ കുറിച്ചും അനാവശ്യങ്ങളും എന്തൊക്കെയോ വിളിച്ചു പറയുക. അതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണോ? ഷാജിദ, നീ തന്നെ പറയും. നീ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണോ? അതിന് താഴത്ത് നമ്മുടെ സഹോദരന്മാർ, അതിന് താഴത്ത് നമ്മുടെ കേരളത്തിലുള്ള സഹോദരിമാർ നിന്നെ പോസിറ്റീവ് ചെയ്ത് കമന്റ് ഇടണമെന്നാണോ നീ പറയുന്നത്? അവർക്ക് നീ ചെയ്തത് തെറ്റാണെന്ന് തോന്നി അവർ തെറ്റെന്ന് കമന്റ് അടിച്ചു. അതിനെന്തിനാണ് ഷാജിദ ലൈവിൽ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓക്കെ, ബാക്കി കൂടെ കേട്ടിട്ട് വരാം. ഓക്കെ, കടന്ന് കൊണന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഷാജി വൈറ്റനിങ് ക്രീം, ഷാജിന്റെ വൈറ്റനിങ് ക്രീം, കിഡ്നി അടിച്ചു പോവാ. അങ്ങനെ എടി കിഡ്നി അടിച്ചു പോകണമെങ്കിൽ എൻ്റെ കിഡ്നി ഫസ്റ്റ് അടിച്ചു പോകണം. ഞാൻ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ 1.5 മാസം 2 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉള്ള സാധനമാണ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. കേട്ടില്ലേ? ഷാജി ഒരു വൈറ്റനിങ് ക്രീമിന്റെ പരസ്യം ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോക്ക് താഴെ എന്തോ നെഗറ്റീവ് കമന്റ് വന്നു. അതിനെതിരെയാണ് ഈ ഷാജി പൊട്ടിത്തെറിയുന്നത്. ഇവര് പറയുന്നത് 2 മാസം അവർ യൂസ് ചെയ്തിട്ട് അതിൽ റിസൾട്ട് വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ തന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ഷാജിദയോട് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഷാജിദയുടെ മുഖം ഇത്ര കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്നത്? ഞാൻ ഷാജിദ ചെറുതായിട്ട് പറഞ്ഞതൊന്നുമല്ല കേട്ടാ. അവര് തന്നെ പറഞ്ഞതാണ് അവർ 2 മാസം യൂസ് ചെയ്തതാണെന്ന്. അവര് പറഞ്ഞത് 2 മാസം അവർ യൂസ് ചെയ്ത് റിസൾട്ട് വന്നതിന് ശേഷമാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് എന്നാണ് ഷാജിദ ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ പൈസ കൊടുത്ത് ഒരു ക്രീം മേടിക്കുമ്പോൾ അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് കുറച്ച് വെളുക്കണമെന്നാണ്. ഇവിടെ നോക്കിക്കേ, ഷാജിദ 2 മാസം യൂസ് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ടി ആ ക്രീം റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ട് 2 മാസം യൂസ് ചെയ്ത ഷാജിദ വെളുക്കുന്നില്ല? പണ്ടെങ്ങനെയാണോ ഷാജിദ യൂട്യൂബിൽ വന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഷാജിദ ഉള്ളത്. ഓക്കെ, നമുക്ക് ബാക്കി കൂടെ കണ്ടിട്ട് വരാം. അത് എനിക്ക് വാങ്ങിയ കസ്റ്റമർ എടി 40 ക്രീമൊക്കെ ഷാജി വിൽക്കണമെങ്കിലേ ആ ഷാജിന്റെ വാങ്ങിയ ആൾക്കാരെന്നെ പിന്നെയും വാങ്ങണമെങ്കിലേ അത്രയും നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ടല്ലേ. നിന്നെയൊന്നും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നിനക്ക് പറ്റിയ പണി അടുക്കളയിൽ ചട്ടിയും ചോറും കലും മുട്ടിയും തട്ടിയും മുട്ടി ചമ്മന്തി അരയ്ക്കുക, ഇറച്ചി മീനും വെക്കുക, കെട്ടിയവനിക്ക് തിന്നാൻ കൊടുക്കുക, മക്കൾക്ക് തിന്നാൻ കൊടുക്കുക. എടി ഫുഡിന്റെ വീഡിയോ അതൊക്കെ ചെയ്യടി മോളെ. ആ ഒരു ക്രീമിന്റെ താഴെ ആരോ കമന്റ് ഇട്ടു, കിഡ്നി അടിച്ചു പോകുന്നു. അതിന് ഇങ്ങനെയൊക്കെയാണ് ഒരു ബിസിനസ് ചെയ്യുന്ന റിപ്ലൈ കൊടുക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് നല്ലതായിരിക്കാം, ചിലപ്പോൾ മോശമായതായിരിക്കാം. കസ്റ്റമേഴ്സിന് അതിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നല്ലതാണെങ്കിൽ നല്ല, അല്ലെങ്കിൽ അല്ല എന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കസ്റ്റമേഴ്സിനില്ലേ? നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് അത് കേൾക്കാനും നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ പറയുന്നത് എന്തുവാ? സഹോദരിമാർക്ക് വല്ല വീട്ടിൽ ചട്ടിയും കലവും പൊക്കിയെടുക്കുക, ഇറച്ചിക്കറി ഉണ്ടാക്കുക, വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ അവിടെ മാറിയിരുന്നു എന്നൊക്കെയല്ലേ? നിങ്ങളുടെ ആരാ ഇതൊക്കെ പറഞ്ഞത്? കേരളത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും അതിൻ്റെതായ അവർക്ക് സ്വാതന്ത്ര്യങ്ങളുണ്ട്. അവരെ ആരും ഇറച്ചി കഴിക്കാനും ഫുഡ് ഉണ്ടാക്കാനൊന്നും നിർബന്ധിക്കാറില്ല. നീ യൂട്യൂബിൽ വന്നിരുന്നിട്ട് കുറെ കോപ്രായങ്ങൾ കാണിച്ചെന്നും പറഞ്ഞ് എല്ലാവർക്കുമുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കുമുണ്ട്. അവരെ ആരും ഇറച്ചി കഴിക്കാനും ഫുഡ് ഉണ്ടാക്കാനുമായിട്ട് വെക്കുന്നില്ല. നീ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചിട്ട് യൂട്യൂബിൽ ഇടുന്നു. ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ എന്നൊന്ന് ഇടയ്ക്കിരുന്ന് ആലോചിച്ച് നോക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ബാക്കി കൂടെ പറ, കേൾക്കട്ടെ. ഷാജി ആകെ 2 കൊല്ലായിട്ടുള്ളടി ഈ യൂട്യൂബ് ചാനൽ കൊണക്കാൻ തുടങ്ങിയിട്ട്. ഷാജി 13 വർഷം ഈ യൂട്യൂബിന്റെ ഏണിങ്സ് കൊണ്ട് അല്ലടി ജീവിച്ചത്. അന്തസ്സായി കെട്ടിയവന്റെ കൂടെ അന്തസ്സായി ജീവിച്ചിട്ടുണ്ടടി. ഷാജി അന്തസ്സായി മക്കളെയും പോറ്റിയിട്ടുണ്ട്. ആ മക്കളുടെ കൂടെ അന്തസ്സായിട്ട് ആ കെട്ടിയവൻ പറയണം കേട്ടിട്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ച ഒരു ആളാടി ഞാൻ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് കേരളമാണ്. കേരളത്തിലൊരു കണ്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കേരളത്തിലുള്ള എല്ലാ സഹോദരിമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. നല്ല രീതിയിൽ ഭർത്താക്കന്മാര് പറയുന്നത് കേട്ട് കുട്ടികളെയൊക്കെ നോക്കി. നീ മാത്രമല്ല അങ്ങനെ ജീവിച്ചത്. നീ അങ്ങനെ ചെയ്തത് വലിയൊരു കാര്യമായിട്ടാണോ നീ പറയുന്നത്? എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്.
കെട്ടിയവനുണ്ടായ സമയത്ത് എല്ലാരും ജീവിക്കുന്നത് പോലെ നീ നോർമലായിട്ട് ജീവിച്ചിരിക്കാം. അത് ഇവിടേക്ക് വന്ന് വിളിച്ചു പറയേണ്ട എന്ത് ആവശ്യമാണുള്ളത്? ഓക്കെ, നമുക്ക് ബാക്കി കൂടെ കേട്ടു നോക്കാം. പണ്ട് ഞാൻ എന്റെ ഇക്കാന്റെ കൂടെ പോയിട്ടുണ്ടായിരുന്ന വഴികളൊക്കെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ മക്കളെ പോറ്റാൻ വേണ്ടിട്ടാടി പുല്ല്. അത് പറയരുത്. എന്റെ കെട്ടിയവൻ പണ്ടുപോയ ആ സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നതെന്ന്. നീ എവിടേക്കാ പോകുന്നതെന്ന് നിന്റെ ഉമ്മ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, അവരുടെ ഉമ്മ പറഞ്ഞതിന്റെ വോയിസ് ക്ലിപ്പ് അടക്കം എന്റെ കയ്യിലുണ്ട്. എനിക്ക് നിന്നോട് പറയാനുള്ളത്, എന്താടാ മോനെ, ഞാൻ കോള് വിളിക്കുമ്പോ മാത്രം നീ നിന്റെ ക്ലിനിക്കിലുള്ള ആൾക്കാർക്ക് ഫോൺ കൊടുക്കുന്ന മോനെ? അത്രയ്ക്ക് പേടി മുട്ട പറിക്കണവനെ, അത്രയ്ക്ക് മുട്ട പറിക്കണവനാണെങ്കിൽ എന്തിനാടാ പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നത്? എടാ, നിനക്ക് നല്ലൊരു ജോലി ഉണ്ടല്ലോ, ആ ജോലി ചെയ്ത് ജീവിച്ചാ പോരടാ നിനക്ക്. നീ ചെയ്ത വൃത്തികേട് ചൂണ്ടിക്കാണിച്ച ഒരു വ്യക്തിയാണ് കൈസ്. നമുക്കറിയാം ഷാജിദയും കൈസും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന്. അതിനെപ്പറ്റി ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഷാജിദ, നീ വെറുതെ കള്ളം പറയുകയാണ്. അതായത് ഷാജിദ കൈസിനെ വിളിക്കുമ്പോൾ അവിടെ ക്ലിനിക്കിലുള്ള വേറെ ആൾക്കാർക്ക് ഫോൺ കൊടുക്കുന്നതെന്ന്. ഇത്രയും വലിയ വിവാദമായ സ്ഥിതിക്ക് ഷാജിദ നീ റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇത്രയും അറിയപ്പെടുന്ന യൂട്യൂബ് ആയതുകൊണ്ട് സൈബർ സെല്ലിലൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആ റെക്കോർഡ് എന്തായാലും കിട്ടുമല്ലോ. പറഞ്ഞ സ്ഥിതിക്ക് ആ ഒരു റെക്കോർഡെങ്കിലും എടുത്ത് ഒരു തെളിവിനായിട്ടെങ്കിലും വെക്കണ്ടേ? ഞാൻ കൈസിനെ വിളിച്ചു, കൈസ് ഹലോ എന്ന് പറഞ്ഞു. അതായത് കൈസ് ഷാജിദയുടെ സൗണ്ട് വെക്കുമ്പോൾ ഫോൺ വേറെ ആൾക്കാർക്ക് കൊടുക്കുന്നു. ഈ തെളിവ് സൈബർ വെക്കണമൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ നാളെ സൈബർ സെല്ലിൽ പോയാലും അത് റെക്കോർഡ് ചെയ്ത് കിട്ടും. കള്ളം പറയുമ്പോൾ നീ സൂക്ഷിക്കണം ഷാജിദ. ഷാജിദ പറയുന്ന ഈ കള്ളത്തരങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമാണല്ലേ? ബാക്കി കൂടെ കേട്ടിട്ട് വരാം. അങ്ങനെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിന്റെ കെട്ടിയോളിനെയും മറ്റുള്ളവരെയും മുന്നിൽ കൊണ്ടുപോടാ പുല്ല. കേട്ടില്ലേ? കൈസിനോട് പറയുകയാണ്, നല്ല റീച്ച് കിട്ടണമെങ്കിൽ നിന്റെ കെട്ടിയോളെയും കൂടി കൊണ്ടുവരാൻ, നിന്റെ ചാനലിന്റെ മുന്നിൽ കൊണ്ടുവരുത്തുക, അപ്പൊ നല്ല റീച്ച് കിട്ടുമെന്ന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ 4 മാസം കൊണ്ട് എങ്ങനെയാണ് ഈ ചാനലിന് ഈ പ്ലേ ബട്ടൺ ഒക്കെ കിട്ടിയെന്ന്, ഈ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയെന്ന്. അതിനുള്ള ഉത്തരവാണ് ഇപ്പൊ ഷാജിദ തന്നെ പറയുന്നത്. ഇവളെങ്ങനെയാണ് 4 മാസം കൊണ്ട് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അടിച്ചത്? അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരവാണ് നമ്മളിപ്പോ കേട്ടത്. അവൾ അവളുടേതായിട്ടുള്ള രീതിയിലാണ് സബ്സ്ക്രൈബേഴ്സ് അടിച്ചത്. അങ്ങനെ തന്നെയാണ് കൈസിനോടും പറയുന്നത്. എന്തൊക്കെയാണല്ലേ ഇത്? നമുക്ക് ബാക്കി കൂടെ കേട്ടിട്ട് വരാം. നിനക്കൊക്കെ തല്ല് കിട്ടിയാ പറഞ്ഞു. നിന്നേക്കല്ലേ ആ ഹോസ്പിറ്റൽ നിന്റെ മാനേജറോട് ഞാൻ സംസാരിച്ചു. ആ മാനേജർ പറഞ്ഞു പാവം അയാൾക്ക് അറിയില്ല, അത്ര ഒരു അക്കൗണ്ട് ഉള്ളത് അറിയാം, ഇവൻ യൂട്യൂബ് ചാനൽ വീഡിയോ ഇടുന്നൊക്കെ അറിയാം, പക്ഷെ ഇവന്റെ കണ്ടന്റ് എന്താണെന്നൊന്നും അയാൾക്ക് അറിയില്ല, ഞാൻ കാണലില്ല മോളെ എന്നാ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ വിളിച്ചത് ഇന്ന പോലെ പാലക്കാട് സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പൊ അയാളുള്ള കഥകളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവന് ഞാൻ കുറെ പ്രാവശ്യം കോള്, അവൻ എന്റെ വോയിസ് ആരോടാ ഷാജിദ നീ പറയുന്നത്? നീ പറയുന്നത് പച്ച കള്ളത്തരമാണെന്ന് നിന്റെ ആ പറച്ചിലിൽ തന്നെ ഉണ്ട്. സ്വന്തം ഉമ്മയെ കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞ നീയാണോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? സ്വന്തം ഉമ്മയെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ നിനക്ക് ഈ കൈസിനെ കുറിച്ച് പറയാനാണ് ക്ഷേമം. അല്ലെങ്കിൽ നീ തെളിവ് വെക്കണം, ഞാൻ കൈസിനെ വിളിച്ചതിനുള്ള തെളിവാണ് എന്നും പറഞ്ഞു. എന്നാലല്ലേ നമുക്കൊക്കെ അതൊരു കാണുമ്പോൾ ഒരു രസമുള്ളൂ. അല്ലാണ്ട് വന്നിരുന്നിട്ട് ഇങ്ങനെ വളവളക്കാൻ എല്ലാവർക്കും പറ്റത്തില്ലേ? എനിക്ക് പറയാനുള്ളത്, ഈ ഷാജിദ ഷാജി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ കേരളത്തിലുള്ള എല്ലാ യൂട്യൂബേഴ്സിനേക്കാളും നമ്പർ 1 ആയിട്ട് കള്ളത്തരം പറയുന്ന ഒരു യൂട്യൂബറാണ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഷാജിദ ഷാജിയെ അൺസബ്സ്ക്രൈബ് ചെയ്തൂടെ? ഞാനിങ്ങനെ പറയാനുള്ള കാരണം നിങ്ങൾ തന്നെ കണ്ടില്ലേ ഷാജിദ ഷാജി പറയുന്നത്. 4 മാസം കൊണ്ട് ഞാൻ 1 lakh അടിച്ചു, ഞാൻ അത് സമ്പാദിച്ചു, ഞാൻ ഇത് സമ്പാദിച്ചു. അങ്ങനെയുള്ളവർക്കെതിരെ നമ്മൾ അൺഫോളോ ചെയ്തിട്ട് പ്രതിഷേധിക്കണം. നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഷാജിദയുടെ വീഡിയോ കേട്ടോ, അല്ലാണ്ട് ഇത് പറയുന്നത് നിങ്ങൾ ആരും വിശ്വസിക്കരുതേ. അപ്പൊ ഷാജിദ കഴിഞ്ഞ ദിവസങ്ങളിൽ കിടന്ന് പൊളിച്ചതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാണ്ടിക്കാട് കുഞ്ഞാന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവരും പാണ്ടിക്കാട് കുഞ്ഞാനെതിരെ ചർച്ചയുമായിട്ട് പോയി. ആ ഒരു ഗ്യാപ്പിലാണ് ഈ ഷാജിദ ലൈവിൽ വന്നിരുന്നിട്ട് എല്ലാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.